ജയശ്രീ കേരള കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദ ഊട്ടിനൊപ്പം വിളമ്പുന്ന രസകാളൻ ഒഴിച്ചുകറിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ ഒഴിച്ചുകറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്നാൽ വളരെ സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയാണ്. ഈ കറി തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 കിലോ പഴുത്ത മത്തൻ, 1/2 കിലോ കുമ്പളങ്ങ, 1 കപ്പ് തേങ്ങ, പിന്നെ ഒരു വലിയ കപ്പ് അധികം പുളിയില്ലാത്ത തൈര്. ഇതോടൊപ്പം കുറച്ച് കുരുമുളകും ചതച്ചതും വെക്കണം. കുരുമുളക് പൊടി ചേർക്കുന്നതിനേക്കാട്ടിലും കുരുമുളക് ഒന്ന് ചതച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഒരു കുക്കറിൽ ചെറുതായി മുറിച്ച് വെച്ച മത്തൻ, കുമ്പളങ്ങ, 3 പച്ചമുളക് കീറിയത്, ചതച്ചു വെച്ച കുരുമുളക്, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 കഷ്ണം ശർക്കര, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, കറിവേപ്പില എന്നിവയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നതുവരെ വേവിക്കണം. ഉപ്പ് ഇടുന്നത് ഷൂട്ട് ചെയ്യാൻ ഞാൻ വിട്ടുപോയി. ചിലർ പറയാറുണ്ട് മൺചട്ടിയിൽ വേണം രസകാളൻ ഉണ്ടാക്കാനെന്ന്, അല്ലെങ്കിൽ കഷ്ണങ്ങൾ കുഴഞ്ഞു പോകുമെന്ന്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കഷ്ണങ്ങൾ വേവാൻ വളരെയധികം സമയം എടുക്കാറുണ്ട്. കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്യുമ്പോൾ വേഗം വെന്തു കിട്ടുകയും ചെയ്യും, എന്നാൽ കഷ്ണങ്ങൾ കുഴഞ്ഞു പോകുകയും ഇല്ല. 1 വിസിൽ വരുന്ന സമയം കൊണ്ട് തേങ്ങയും ജീരകവും ചേർത്ത ഒരു അരപ്പ് തയ്യാറാക്കി വെക്കാം. ഇപ്പോൾ കുക്കറിൽ നിന്ന് 1 വിസിൽ വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ പാകത്തിന് വെന്തു വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച തൈര് ചേർത്ത് കൊടുക്കണം. പലരും തൈര് നേരിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഞാനിത് മിക്സിയിലൊന്ന് അടിച്ചിട്ടാണ് ചേർക്കുന്നത്. നേരിട്ട് ചേർക്കുമ്പോൾ തൈര് പിരിഞ്ഞ് കിടക്കുന്നത് പോലെ കറിയിൽ കാണാറുണ്ട്. മിക്സിയിൽ അടിച്ചു വെച്ച തൈര് 2 പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കറിയിൽ ഉപ്പ് നോക്കി കുറവാണെന്ന് തോന്നിയാൽ വീണ്ടും ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് കടുകും ഉലുവയും വറ്റൽ മുളകും ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും ഇട്ട് താളിച്ചു കൊടുക്കാം. ഉലുവയും കടുകും വറ്റൽ മുളകും മറ്റും ചേർത്ത് താളിക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക രുചിയും കളറും കിട്ടും. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് വളരെ പ്രധാനമാണ്. കറിയിലേക്ക് താളിക്കുന്നതിന് തൊട്ട് മുമ്പായി മാത്രം ചില്ലി ഫ്ലേക്സ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. രസകാളൻ എന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഒഴിച്ചുകറിയാണ്. പഴുത്ത മത്തൻ്റെ ഊറിയ മധുരവും ശർക്കരയുടെ മധുരവും പിന്നെ തൈരിൻ്റെ പുളിയും ചേർന്ന് ഒരു പ്രത്യേക സ്വാദാണ് രസകാളന്. ഒരിക്കലെങ്കിലും ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദൂട്ട് കഴിച്ചിട്ടുള്ളവരുടെ നാവിൽ തങ്ങി നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് രസകാളൻ്റേത്. ഇത് ഊണിനൊപ്പം നല്ലൊരു ഒഴിച്ചുകറിയാണ്. ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കമൻസ് അറിയിക്കണം.